ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ മകന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനിവിടെ ഉണ്ട്. കേറി പൊടിയാത്ത കാശിന് വേണ്ടി സ്വന്തം മാനം പോലും നോക്കാതെ മറ്റുള്ളവരുടെ നുണ കേട്ട് നടക്കുന്ന കണ്ട തെണ്ടികൾക്കൊന്നും കേറി ഇറങ്ങാനുള്ളതല്ല ഞങ്ങളുടെ വീട്ടിലെ കിച്ചൻ. ഭക്ഷണം ചൂടാക്കാനായിട്ട് അവളിങ്ങ് വരട്ടെ. ഇന്നത്തോടെ തീർക്കണം അവളുടെ ശല്യം. അവള് ചത്ത മഹാമനസ്കായ ഋതിക അവളുടെ കുഞ്ഞിന്റെ വളർച്ച ഏറ്റെടുത്ത് കുഞ്ഞിന്റെ പോറ്റമ്മയാവും. എന്റെ കുഞ്ഞിന്റെ അമ്മ, ഭാര്യ, അങ്ങനെ എല്ലായിട്ട് മാറും. മാറിയില്ലെങ്കിൽ മാറ്റിയെടുക്കും ഞാൻ വേണ്ട വേണ്ടാന്ന് വെച്ചപ്പോ എന്നെ എല്ലാരും കൂടി ഇറിറ്റേറ്റ് ചെയ്ത് ഭ്രാന്തനാക്കുന്നു. എടി ദിവ്യേ, നിന്റെ മരണമണി മുഴങ്ങാൻ സമയായി ദിവ്യേ. നിങ്ങളിരിക്കെ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വേണ്ട, ഞങ്ങള് ചായ കുടിച്ചിട്ടാർന്ന്. വർമ്മ സാർ അവിടെ? പ്രതാപേട്ടനും ശേഖരനും കൂടി CM-നെ കാണാൻ പോയതാ. പക്ഷെ ഞങ്ങളോട് വരാൻ പറഞ്ഞിരുന്നു. എങ്കിൽ നിങ്ങൾ ഇരിക്കെ, ഞാൻ ശേഖരേട്ടനൊന്ന് വിളിച്ചു നോക്കാം. ഓക്കെ മാഡം. രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ രാവിലെ തന്നെ എത്തിയല്ലോ. ഇലക്ഷനൊക്കെ അടുത്തിരിക്കുമല്ലേ, അതിന്റെ തിരക്കിലായിരിക്കും. ഇവരുടെ മുന്നിൽ ഒന്ന് നന്മമരമായിട്ട് അഭിനയിച്ചേക്കാം. നാളെ എന്തായാലും ഞാനും ഒരു കാലത്ത് ഇലക്ഷനൊക്കെ ഇറങ്ങേണ്ടതല്ലേ. അണികളുടെ സപ്പോർട്ട് സ്നേഹമൊക്കെ എനിക്കും വേണ്ടതല്ലേ. അല്ല, നിങ്ങളെപ്പോ വന്നു? ഇപ്പൊ വന്നുള്ളൂ മാഡം. എന്നിട്ട് ഇവിടെ തന്നെ നിൽക്കുവാണോ? നമുക്ക് ഡൈനിങ് ടേബിളിലേക്ക് പോവാം. ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം. അയ്യോ, ഞങ്ങള് ചായ കുടിച്ചിട്ടാ വന്നേ. അതൊന്നും പറഞ്ഞാ പറ്റില്ല. രാവിലെ വീട്ടിലേക്ക് വന്ന് കയറിട്ട്, അതും ഞാൻ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് വരുന്ന സമയത്ത് ഒന്നും കഴിക്കുന്നില്ല, ചായ കുടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാ എങ്ങനെയാ? അതെന്തു മര്യാദയാ? അംബിക മാഡം എപ്പോഴും ഞങ്ങളെ ഞെട്ടിക്കുകയാണല്ലോ. ശരിക്കും വർമ്മ സാറിനെക്കാളും വളരെ താഴ്ന്ന ഹൃദയത്തിന്റെ ഉടമയാ അംബിക മാഡം. അച്ഛനെ കണ്ടാണല്ലോ പ്രതാപം പഠിച്ചത്. ചെറുപ്പത്തില് അച്ഛനും അമ്മയും പറയുമായിരുന്നു, അച്ഛന്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളും കിട്ടിയിരിക്കുന്നത് എനിക്കാണെന്ന്. നാളൊരു കാലത്ത് മാഡം രാഷ്ട്രീയത്തിൽ ഇറങ്ങില്ലെന്ന് ആര് കണ്ടു? അയ്യോ, എനിക്കതിലൊന്നും വലിയ താല്പര്യമില്ലെന്നേ. അങ്ങനെ പറയരുത് മാഡം. ഒരു വീട്ടില് 2 വകുപ്പ് മന്ത്രിമാരുള്ളത് കുടുംബത്തിന് അഭിമാനമല്ലേ? ഞങ്ങൾക്കും അത് വലിയ സന്തോഷമായിരിക്കും. അംബിക മാഡം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിനെ കുറിച്ച് ഒന്ന് ആലോചിക്കേ. ഇവന്റെ ഒരു കാര്യം. എന്താടാ കരയില്ലേ? മാവയ്ക്ക് വിശക്കാണോ? എന്താ വേണ്ടേ? എന്താ മാഡം ഒരു ബഹളം കേട്ടെ? നീ കേട്ടായിരുന്നല്ലേ? നിന്റെ ഭർത്താവ് വന്നതാ. കുഞ്ഞ് കരയുന്നത് അവന് ബുദ്ധിമുട്ടാണെന്ന്.
കുഞ്ഞിന്റെ കരച്ചിൽ നിർത്താൻ പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹളമായിരുന്നു. അയ്യോ മാഡം എന്നിട്ട് എന്ത് പറഞ്ഞു? ഞാൻ അവനോട് പറയാനുള്ളത് പറഞ്ഞ് കണക്കിന് കൊടുത്തു വിട്ടിട്ടുണ്ട്. അവൻ രാവിലെ തന്നെ മദ്യപിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത്. നീ ഒരു കാര്യം ചെയ്, അവന് വിശക്കുന്നു എന്ന് പറഞ്ഞു. എന്തെങ്കിലും ആഹാരം എടുത്ത് വെക്കാനും പറഞ്ഞു. നീ ചെന്ന് എന്താന്ന് വെച്ചാ അവന് കൊടുക്ക്. അല്ലെങ്കിലേ അവൻ അവിടെ കിടന്ന് കയറ് പൊട്ടിക്കും. മാഡം ഞാൻ ചെന്ന ദീപക് സാറിന് അത് ഇഷ്ടപ്പെടുവോ? അങ്ങനെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല ദിവ്യ. കുറച്ചൊക്കെ കാര്യങ്ങള് ധൈര്യപൂർവ്വം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും വേണം. നീ നിൽക്കുന്ന പോലെ ഇങ്ങനെ പേടിച്ചു നിന്നാ ശരിയാവില്ല. അവൻ നിന്റെ തലയിൽ കയറത്തേ ഉള്ളൂ. ദിവ്യേ, നീ ഇപ്പൊ അവന്റെ ഭാര്യയാണ്. എന്റെ അച്ഛനത് അംഗീകരിച്ചതുവാ. അപ്പൊ നീ മടിച്ചു നിൽക്കാതെ വേഗം ഹാളിലേക്ക് പോ. അല്ല മാഡം, അംബിക മാഡം, ഞാൻ ദീപക് സാറിന് ആഹാരം കൊടുക്കുന്നെങ്ങനെ കണ്ടു കഴിഞ്ഞാ അത് വലിയ പ്രശ്നമാവില്ലേ? അമ്മായി വീട്ടിലില്ല, ക്ഷേത്രത്തിൽ പോയിരിക്കുക. നീ എന്തായാലും ആഹാരം എടുത്തു കൊടുക്ക്. അമ്മായി വന്ന് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. ശരി മാഡം. എന്താടാ? സത്യം പറയാലോ മാഡം, മാഡം അടുത്ത ഇലക്ഷന് നിന്നാ ഒരു വകുപ്പ് മന്ത്രിയായിട്ടല്ല, ഒരു ശക്തിയായ ഒരു വനിതാ മുഖ്യമന്ത്രിയെ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടും. അത് ഉറപ്പാ മാഡം. അംബിക മാഡത്തിന്റെ ഈ എളിമയും വിനയവും വേറെ ഏത് സ്ത്രീ നേതാവിനാ ഉള്ളത്? നിങ്ങൾ എന്നെ ഇങ്ങനെ പുകഴ്ത്തിയാ ഞാൻ എന്താ നിങ്ങളോട് പറയാ? അയ്യോ, സംസാരിച്ചെന്ന് സമയം പോയതറിഞ്ഞില്ല. ഞാൻ നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. നീ ഇതെവിടേക്കടി? അത് ഞാൻ ദീപക് സാറിന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാൻ. നിന്നോട് ആരടി പറഞ്ഞത് എന്റെ മകന് ഭക്ഷണം എടുത്തു വെക്കാൻ? അവൻ പറഞ്ഞു നിന്നോട്? ഇല്ല മാഡം, എന്നോട് ഋതിക മാഡമാ ദീപക് സാറിന് വിശക്കുന്നു, ഭക്ഷണം ചൂടാക്കി വെക്കാൻ പറഞ്ഞത്. ഹ, അത് ശരി. അങ്ങനെ ആരെങ്കിലും എന്റെ മകന്റെ കാര്യം പറഞ്ഞാ നീ അങ്ങ് ചാടി വീഴുവോ ചെയ്യാൻ? ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം. നീ പറഞ്ഞ നുണകളൊക്കെ കേട്ടിട്ട് കേട്ടില്ലാന്ന് നടിച്ച് എല്ലാം ഞാൻ സഹിച്ച് പോട്ടെ പോട്ടേന്ന് വയ്ക്കുന്നതേ ഇന്നല്ലെങ്കിൽ നാളെ എന്റെ മകന്റെ നിരപരാധിത്വം തെളിയും ഓർത്തിട്ടാ. മനസ്സിലായോടി? നിന്റെ നാവിറങ്ങി പോയോടി അസത്തെ. എന്നോട് ഋതിക മാഡം പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്റെ മകന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനിവിടെ ഉണ്ട്. കേറിപ്പൊടിയാത്ത കാശിന് വേണ്ടി സ്വന്തം മാനം പോലും നോക്കാതെ മറ്റുള്ളവരുടെ നുണ കേട്ട് നടക്കുന്ന കണ്ട തെണ്ടികൾക്കൊന്നും കേറി ഇറങ്ങാനുള്ളതല്ല ഞങ്ങളുടെ വീട്ടിലെ കിച്ചൻ. പോടി.